ഒരു കാര്യം ഞാൻ പറയാം, പൈസ കിട്ടിയതിന് ശേഷം മെസ്സി വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ റിപ്പോർട്ടർ ടിവിനെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അല്ല ചീറ്റ് ചെയ്യുന്നത്. ഇവരെ വിശ്വസിച്ച് ഇവർക്ക് ജയ് വിളിച്ച ആരാധകരെയാണ് ചീറ്റ് ചെയ്യുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. ആരാധകർ അത്രേ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. പണം കൊടുത്തിട്ട് മെസ്സി വരുന്നില്ലെങ്കിൽ പറഞ്ഞത്, പണം കൊടുത്തില്ലെങ്കിൽ ഇതൊക്കെ ശരിയാണ്. പണം അവരുടെ കയ്യിൽ കിട്ടി റിസീവ് ചെയ്തത് നമ്മളെ അറിയിച്ചതിന് ശേഷം വരുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരാണ്. അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് ഏത് എൻഡ് വരെ പോകുന്ന വിധത്തിൽ നമ്മൾ നോക്കും. മനസ്സിലായി? അവരുടെ ക്രെഡിബിലിറ്റിയാണല്ലോ നഷ്ടപ്പെടുന്നത്. നമ്മൾ മെസ്സിനെ മാത്രമല്ലല്ലോ, അവരുടെ ആരാധകർ ജയ് വിളിച്ചെന്തിനാ? ഇന്ത്യയിൽ അങ്ങനെ ഒരു ആരാധന ബന്ധമുണ്ട്. ഇവരൊരു വിശ്വസിക്കാൻ പറ്റിയ ടീമാണെന്ന് വിചാരിച്ചിട്ടല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആരാധനയ്ക്കാണ്. നമ്മളടക്കം ഇത്ര റിസ്ക് എടുത്തത് എന്തിനാ? നമ്മളടക്കം ഇത്ര റിസ്ക് എടുത്തത് ഇവരോടുള്ള ആരാധന കൂത്തിട്ടാണ്, ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇവർ ഇനിയും മുന്നോട്ട് വരണമെന്നും ഇതൊരു ചെറിയ 2 എയർപോർട്ട് മാത്രമുള്ള ഒരു കുഞ്ഞു രാജ്യമാണെന്നേ. മനസ്സിലായോ? ഈ രാജ്യത്ത് നമ്മൾ പറയുന്ന ഒരു ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യമൊന്നുമല്ല, ചെറിയ രാജ്യമാണ്. 2 എയർപോർട്ട് എവിടെ ആയുള്ളൂ. അതുപോലെയുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഇവർ ഇത്രയധികം ഫൈറ്റ് ചെയ്ത ഒരു ലോകകപ്പ് നേടിയെടുത്ത ടീമുണ്ടെങ്കിൽ ഇവരോടുള്ള ആരാധന കൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ നിൽക്കുന്നത്. ഇവിടെ ഞാൻ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിലെ കോടിക്കണക്കിന് ആരാധകർ ഇവരോടുള്ള വിശ്വാസം കൊണ്ട് ഇതല്ലേ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് നഷ്ടപ്പെടുന്ന ചെറിയ കാര്യമല്ലല്ലോ. ഒന്ന് 6-ാം തീയതി അത് അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ടിൽ, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ നിന്ന് അവർ AFIന്റെ അക്കൗണ്ടിൽ RBIന്റെ പെർമിഷൻ, അതെ RBIന്റെ വിത്ത് പെർമിഷനോട് കൂടി അയച്ചു. ജൂൺ 6-ാം തീയതി. അല്ല 23 അല്ല തരാം, എനിക്ക് തരുന്നത് തെറ്റില്ല. പക്ഷെ ഇതിന്റെ സ്റ്റേജ് വിട്ടുപോയാൽ തരും. എൻ്റെ മുഴുവൻ ഡോക്യുമെന്റും ഉണ്ട്. വെക്കും. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? പക്ഷെ ഇതിനകത്തൊരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു NDA ക്ലോസ് ഉണ്ട്, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഉണ്ട് ഇവരുമായിട്ട്. നമ്മൾ ഡോക്യുമെന്റ് പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ട് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത, എനിക്കിത് പുറത്ത് വിടാത്തൊരു വിഷമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് വിടാൻ പറ്റുമെങ്കിൽ ഞാൻ എല്ലാവരും എടുത്ത് പുറത്ത് വിട്ടേനെ. എന്ത് വിടാൻ പറ്റാത്തൊരു കാരണം ഇവരോട് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഉണ്ട്. അത് വേറൊരു വയലേഷൻ ആവും. ആ വയലേഷനുള്ളവർ മാത്രമേ ഡോക്യുമെന്റ് എടുത്ത് പറയാത്തത്. പക്ഷേ ഞാൻ വായിച്ചേപ്പിച്ചുകൊണ്ടാണ് ഇന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് പുറത്ത് വന്നാൽ ആ പുറത്ത് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഉള്ളതുകൊണ്ടാണ്, NDA സൈൻ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ വിട്ടുണ്ടാവും. ഒറ്റ തവണ 6-ാം തീയതി 6/6/2025. ഫാൻ മീറ്റിംഗ് ഞാനൊരു പ്രസന്റേഷൻ കാണിക്കാം, നമുക്ക് ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ 1 കോടി എവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നേരെയൊന്നും വരില്ല. അതുകൊണ്ടാണ്. അതെ, അല്ലാതെ അതിനകത്ത് കറക്റ്റ് ധാരണയുണ്ട്. അതിൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പണം ആവശ്യപ്പെടുക എന്നുള്ള അവരുടെ ലക്ഷ്യമാണ്. പക്ഷേ എഗ്രിമെൻറ്റിൽ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ചെയ്യണം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിമിഷപ്രിയനെ ഇറക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു. നമുക്ക് എത്ര ദിവസം എടുത്തുകൊണ്ട് പൈസ അയക്കാൻ വേണ്ടിയിട്ട്? $40,000 ഉണ്ടായിരുന്നുള്ളൂ. അത്ര പൈസ അയക്കാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടുന്ന് RBIന്റെ പെർമിഷൻ എടുത്ത് വളരെ സമയം എടുത്തിട്ട് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് വേറെ രാജ്യത്തേക്ക് അവിടെ പെർമിഷൻ പറ്റില്ല. ആ ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി വരെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാങ്ക്, നമ്മളല്ല, ബാങ്ക് തന്നെ ആ ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യും. ഏത് ബാങ്കിലേക്ക് അക്കൗണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സെർച്ച് റിപ്പോർട്ട് എടുക്കും. ആ റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ പറയുന്നതിൽ 1 മണിക്കൂർ കൊണ്ട് അത് ഇന്ത്യ ഗവൺമെൻറ് അറിയാം. അതുകൊണ്ടാണ് ഇവർ പെർമിഷൻ തരുന്നത്. RBI പൈസ അയച്ചോളാൻ പറഞ്ഞ് പെർമിഷൻ തരുന്നതിനാ? അയക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ അയച്ചോളാൻ പറഞ്ഞാൽ പോലെ തരുന്നത്. സ്പോർട്സ് വരുന്നത് ഫിനാൻസ് മിനിസ്ട്രി പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് പെർമിഷൻ വേണ്ടതുകൊണ്ടാണ്. അത് കിട്ടിയിട്ടാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് പൈസ കിട്ടിയില്ല എന്നുള്ളൊരു ഡിസ്പ്യൂട്ട് ഇവിടെ ഇല്ല. പൈസ അയക്കുകയും ചെയ്തു, അവർ കിട്ടിയെന്നും പറഞ്ഞു. അത് റിസീവ് ചെയ്തിട്ട് ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് കിട്ടി, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുക എന്നുള്ളത് വരെ ക്ലിയറാണ്. അതിനകത്ത് എനിക്ക് ഡിസ്പ്യൂട്ടില്ല, അവർക്കും ഡിസ്പ്യൂട്ടില്ല, ആർക്കും ഡിസ്പ്യൂട്ടില്ല. പക്ഷേ ഈ ഡേറ്റ് അടുത്ത വർഷം 2026 സെപ്റ്റംബറിൽ വേണോ എന്ന് ചോദിച്ചാൽ 2026 സെപ്റ്റംബർ ലോകകപ്പിന് ശേഷം എനിക്ക് ഡേറ്റ് വേണ്ട. അതുണ്ടെങ്കിൽ അന്നേരം നമുക്കൊരു എഗ്രിമെന്റ് വെച്ചിട്ട് ഇവർ 2026 ജയിച്ച് വരികയാണെങ്കിൽ അന്നേരം എഗ്രിമെന്റ് വെച്ച് പൈസ അയച്ച് നമുക്ക് കൊണ്ടുവരാൻ നോക്കാം. പക്ഷേ 2026 വേണ്ടി 1 വർഷം മുന്നേ 1.5 വർഷം മുന്നേ പൈസ അയച്ചിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മളത് എഗ്രി ചെയ്താലുള്ള പ്രശ്നം എന്താ അറിയോ? ഇവരിവിടെ വന്ന് ഈ പൈസ മുഴുവൻ കളക്ട് ചെയ്തിട്ട് പോകും. ഇവർ മുംബൈയിലും ഡൽഹിയിലൊക്കെ വന്നിട്ട് കളക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. നമുക്ക് അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് നമ്മൾ സംബന്ധിച്ചിടത്തില്ല. അത് വരട്ടെ, അന്നേരം ആലോചിക്കാം.